സിറിയയിലെ അമേരിക്കൻ താവളത്തിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയ റിപ്പോർട്ട് പുറത്തു വന്നു. കഴിഞ്ഞ ദിവസമാണ് ശക്തമായിരിക്കുന്ന റോക്കറ്റ് ആക്രമണം സിറിയയിലെ അമേരിക്കൻ താവളത്തിന് നേരെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഏത് സംഘടനയാണ് ഇത് നടത്തിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണ വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ വിഭാഗമെന്നും സിറിയയിൽ പ്രവർത്തിക്കുന്ന തീവ്ര വിഭാഗത്തിന്റെ ആക്രമണം നടത്തിയതെന്നും റഷ്യയുടെ പിന്തുണയോടുകൂടിയുള്ള ആക്രമണം നടന്നതാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ യഥാർത്ഥത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ വലിയ വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. ഈ അമേരിക്കയിലുള്ള 92ഓളം പൗരന്മാർക്ക് റഷ്യ രാജ്യത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നതിനോടനുബന്ധിച്ചാണ് ഈ ആക്രമണം നടത്തിയത് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ സിറിയയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ ലോകത്തിലെ റഷ്യയുടെയും അമേരിക്കയുടെയും ഇറാന്റെയും ഒക്കെ ആയുധ സംവിധാനങ്ങളും അതേപോലെ തന്നെ താവളങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് വ്യത്യസ്ത മേഖലയിലൊക്കെ. വലിയ ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതോടനുബന്ധിച്ചാണ് സിറിയയുടെ പ്രസിഡന്റ് അസദ് തന്നെ നേരിട്ടുകൊണ്ട് റഷ്യയോട് സഹായം തേടിയത്. റഷ്യയുടെ സഹായവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടുത്തെ ആഭ്യന്തര വിഷയങ്ങളൊക്കെ അടിച്ചൊതുക്കാൻ വേണ്ടി സാധിച്ചത്. വലിയ സഹായങ്ങൾ റഷ്യ ഈ കാര്യത്തിൽ ആ രാജ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നൽകിയിരുന്നു. അമേരിക്കയുടെ തെമ്മാടി പട്ടികയുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് സിറിയ എന്നുള്ളത് അറിയാം. അതിപ്പോ ഇറാഖ് കഴിഞ്ഞു, ലിബിയ കഴിഞ്ഞു, ഈജിപ്ത് കഴിഞ്ഞു. അതിനുശേഷം പതുക്കെ സിറിയയിലേക്ക് വന്നിട്ട് സിറിയയിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അമേരിക്കക്ക് തത്തുല്യനായിരിക്കുന്ന ഒരു ഭരണാധികാരിയെ അവിടെ വിലയിരുത്തുക അല്ലെ കുടിയിരുത്തുക എന്നുള്ളതായിരുന്നു അമേരിക്ക ഉദ്ദേശിച്ചത്. അത് ആ ആഭ്യന്തരപരമായിരിക്കുന്ന കലാപവും വിഷയങ്ങളും അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ഈ സിറിയക്ക് സാധിച്ചു. വലിയ രീതിയിലുള്ള സൈനിക, സാമ്പത്തിക, ആയുധ സഹായങ്ങൾ റഷ്യ നൽകിയത് കൊണ്ടാണ് അത് സഹായിച്ചത്. എന്തുകൊണ്ട് അത് നൽകി എന്നുള്ള പത്രക്കാരുടെ ചോദ്യത്തിന് തന്നെ റഷ്യ നൽകിയ മറുപടി അമേരിക്കയുടെ ആധിപത്യം ഇല്ലാതാക്കുക എന്നുള്ളത് തങ്ങളുടെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാൽ തീർച്ചയായിട്ടും സിറിയയിൽ അമേരിക്കയുടെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്ന കാര്യം. സിറിയയിൽ തന്നെ വ്യത്യസ്ത കാലങ്ങളിൽ, അതായത് കഴിഞ്ഞ ഒരു 10 വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം 100-ലധികം അക്രമം സിറിയയുടെ സൈനിക മേഖലയ്ക്ക് നേരെയോ താവളങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. ഇറാഖ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൈന്യം പ്രവർത്തിക്കുന്ന മേഖല കൂടിയാണ് സിറിയ. 900ഓളം അമേരിക്കൻ സൈനികർ സിറിയയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിനനുസരിച്ചുള്ള ആയുധങ്ങളും വിമാനത്താവളങ്ങളും സൈനിക മേഖലകളിലൊക്കെ ഈ സിറിയയുടെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നിരീക്ഷണാടിസ്ഥാനത്തിലും സംരക്ഷണാടിസ്ഥാനത്തിലുമാണ് തങ്ങളവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ഇതിനിടയിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. സിറിയയുടെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന നിലക്ക് സിറിയയിൽ നിന്ന് ഇസ്രായേലിലേക്ക് അക്രമം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ കാലത്തും സിറിയയും ഇസ്രായേലിലെ ശത്രുതാ പറ്റി തന്നെയാണ് നിൽക്കുന്നത്. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് സിറിയയുടെ ഭാഗത്തുള്ള ഗോലാൻ കുന്നാണ് ഇസ്രായേൽ പിടിച്ചെടുത്ത് പിന്നീട് അവരുടെ ഭൂപ്രദേശത്തേക്ക് കൂട്ടിച്ചേർത്തത്. ആ വിഷയത്തിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഹിസ്ബുള്ള ഗ്രൂപ്പ് പല ഘട്ടങ്ങളിലും ഗോലാൻ കുന്നിലേക്ക് മിസൈൽ വിടുകയും അവർ ഇസ്രായേലുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ പരസ്പര പൂരിത ബന്ധങ്ങളുള്ളതാണ് ഈ മേഖല എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥപരമായിരിക്കുന്ന സത്യം. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ആ മേഖലകളിൽ അന്നുണ്ടായിരുന്ന മുസ്ലിം മത വിശ്വാസികളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ പൗരന്മാരാകുന്ന രീതിയും പിന്നീട് കാണാൻ വേണ്ടി സാധിച്ചു. 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രദേശങ്ങൾ, അന്നുള്ള ഇസ്രായേലിന്റെ 4 ഇരട്ടി പ്രദേശങ്ങൾ ഈ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ എന്ന് പിടിച്ചെടുത്തു. ഗസ അങ്ങനെ പോയ പ്രദേശമാണ്. ഗോലാൻ കുന്ന് അങ്ങനെയാണ്. ഈ ലെബനാന്റെ അതിർത്തിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ജോർദാന്റെ അതിർത്തിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രദേശം പിടിച്ചെടുത്തിട്ട് വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കൂട്ടി യോജിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യഘട്ടം എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് തന്നെ പരാമർശിച്ചത്. അങ്ങനെ കൂട്ടി യോജിപ്പിച്ചാണ് എന്തുണ്ടാകുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഞങ്ങൾ വിശാലമാക്കിയിരിക്കുന്നത് എന്ന് ലോകത്തോട് പറയുകയും ചെയ്തു. ഈ ഗസ എന്ന് പറയുന്ന പ്രദേശം അന്ന് ഈജിപ്തിന്റെ കൈവശത്തിലായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ പല പ്രദേശങ്ങളും അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, മുസ്ലിം മേഖലയിലുള്ള പ്രദേശങ്ങളിലൊക്കെ പിൽക്കാലത്ത് ഇസ്രായേലായിട്ട് മാറിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 18% ഇസ്രായേലുള്ള ജനസംഖ്യയിൽ 18% മുസ്ലിങ്ങളാണ്. അത്രയും മുസ്ലിങ്ങൾ എങ്ങനെ അവിടെ എത്തി എന്ന ചോദ്യത്തിനുള്ള പഠന റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന പ്രദേശത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ
വലിയ വിശാല ഇസ്രായേൽ രാജ്യം പണിയുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തി 1967 ശേഷം പുനരാരംഭിച്ചു, അല്ലെങ്കിൽ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഇത്രയും വലിയ ജനസംഖ്യ മുസ്ലിം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയപ്പെടുന്നു. ആദ്യ ഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ജൂതന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവര് പാലസ്തീന്റെ ഒരു ഭാഗത്ത്, അതായത് ബ്രിട്ടന്റെ അധിനിവേശത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ കൈവശത്തിലുള്ള ഭൂപ്രദേശത്തിന്റെ ചെറിയൊരു ഭാഗം ഇസ്രായേലിന് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ താമസിക്കാൻ വേണ്ടി അവിടെ അവസരമുണ്ടാക്കി കൊടുത്തു എന്നാണ് ചരിത്രത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നീട് എന്തുണ്ടായി? ഈ ദരിദ്രരായിരിക്കുന്ന അല്ലെ പാവപ്പെട്ടവരായിരിക്കുന്ന പാലസ്തീനികളോട് ഇസ്രായേലിലെ പൗരന്മാരെന്ത് ചെയ്തു? ഭൂമി വില കൊടുത്ത് വാങ്ങി കുറേശ്ശെയായിട്ട് ഈ പ്രദേശങ്ങൾ കൂട്ടിയോജിപ്പിച്ചു വലുതാക്കി. പിന്നെ എതിർക്കുന്ന പാലസ്തീനികളെ അന്ന് തന്നെ അവര് ആക്രമിക്കാനും നേരിടാനും വെടിവെക്കാനും കൊലപ്പെടുത്താനും ശ്രമം നടത്തി. അതിന് അന്താരാഷ്ട്ര മേഖല വലിയ പിന്തുണ, ബ്രിട്ടന്റെയും അമേരിക്കയുടെയും പിന്തുണ ഇസ്രായേലിന് ലഭിച്ചു. ഇസ്രായേൽ അന്ന് തന്നെ പൗരന്മാർക്ക് ആയുധം നൽകിക്കൊണ്ട് അതിർത്തി ഭാഗത്തുള്ള പാലസ്തീനികളെ നേരിടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രായേലിന്റെ 95 പ്രദേശവും പാലസ്തീനാണ്. 1948 മുമ്പുള്ള പാലസ്തീന്റെ ഈ ചിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമായ രീതിയിൽ, അതിന്റെ മാപ്പ് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായ രീതിയിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു 0 അല്ലെങ്കിൽ 5% താഴെ മാത്രമുള്ള ഒരു പ്രദേശത്ത് ഒതുങ്ങി അങ്ങനെ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ആട്ടിപ്പായിപ്പിച്ചിട്ട് അഭയം നൽകുന്ന രീതിയിലേക്കാണ് പാലസ്തീൻ പ്രദേശത്തേക്ക് ജൂതന്മാരെത്തുന്നത്. അവർക്ക് അഭയം നൽകി എന്നൊരു തെറ്റാണ് യഥാർത്ഥത്തിൽ അന്നത്തെ പാലസ്തീനികളായിരിക്കുന്ന അറബികൾ ചെയ്തത്. പിന്നീടാണ് അവർ പിടിച്ചടക്കുന്നു. ഇപ്പൊ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ ഇപ്പൊ നോക്കൂ, പാലസ്തീന്റെ കൈവശത്തിൽ എത്രത്തോളം ആയതുകൊണ്ട് ലോകരാജ്യങ്ങൾ അത് കൊടുത്തെങ്കിൽ മാത്രമേ കൈവശത്തിലുണ്ടാവൂ. ഇന്ത്യക്ക് ആയുധം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യ പൂർണ്ണമായിരിക്കും സ്വതന്ത്ര റിപ്പബ്ലിക്കും രാജ്യവുമാകുന്ന സമയത്ത് സ്വാഭാവികമായ രീതിയിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാനും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാനും വേണ്ടി സാധിക്കും. എല്ലാ രാജ്യവും അങ്ങനെ തന്നെയാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കണമെങ്കിൽ സ്വതന്ത്രമായിരിക്കുന്ന റിപ്പബ്ലിക് ആവണം. പറയുന്ന സമയത്ത് പാലസ്തീൻ രാജ്യമാണ്, പക്ഷെ ലോകത്തിന് അതൊരു അംഗീകാരം ഇപ്പോഴും കിട്ടിയിട്ടില്ല. പറയുന്ന സമയത്ത് രാജ്യമാണ് എന്ന് മാത്രം. അതുകൊണ്ട് സ്വന്തമായ രീതിയിൽ ആയുധങ്ങളോ സംവിധാനങ്ങളോ വിമാനത്താവളങ്ങളോ ഒരു സംവിധാനം യഥാർത്ഥത്തിൽ പാലസ്തീനില്ല. ഒരു വിമാനത്താവളം ഗസയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അത് പിന്നീട് ഇസ്രായേൽ സ്ഫോടനം നടത്തിക്കൊണ്ട് തകർക്കുകയും ചെയ്തു. പിന്നീട് വിമാനം ഇറങ്ങിയിട്ടില്ല, അവിടെ പോയിട്ടില്ല. അതാണ് സ്ഥിതി. അപ്പൊ രാജ്യമായിട്ട് നിലനിന്നു എന്നുള്ളത് മാത്രമല്ല, ആ രാജ്യത്തിന് ലോകോത്തര നിലവാരത്തിൽ അംഗീകാരം കിട്ടുന്ന സമയത്ത് മാത്രമേ അവിടെ ആയുധ ശേഖരവുമായിട്ട് ബന്ധപ്പെട്ട സുരക്ഷിത കവചം ഒരുക്കാൻ വേണ്ടി സാധിക്കൂ. അത് പലസ്തീൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇറാഖിന്റെ താവളത്തിലേക്കൊക്കെ ആക്രമണം നടത്തണമെങ്കിൽ അവിടെ നടക്കുന്ന രാഷ്ട്രീയപരമായിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ നമ്മളിപ്പോൾ അറിയേണ്ടത് തന്നെയുണ്ട്. പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ വലിയ രീതിയിലുള്ള മുന്നൊരുക്കാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ നേരിട്ടോ അല്ലാത്ത രീതിയിലോ ആക്രമിക്കാൻ വേണ്ടി ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. അവിടെ പ്രത്യശാസ്ത്രപരമായിരിക്കുന്ന ശത്രുവിന്റെ ലിസ്റ്റിൽ അമേരിക്കയും ഇസ്രായേലും തുല്യമായിട്ട് തന്നെയാണുള്ളത്. അതുകൊണ്ട് അറേബ്യൻ മേഖലയിൽ സുരക്ഷിത താവളമുള്ള ഒരു വിഭാഗമായി ഒരിക്കലും അമേരിക്ക മാറരുത് എന്ന് ഇറാൻ ചിന്തിക്കുന്നു എന്നുള്ളത് കൃത്യമാണ്. അപ്പൊ അറബ് രാജ്യങ്ങളൊക്കെ ചിന്തിക്കുന്നതിന് വ്യത്യസ്തമായ രീതിയിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ ചിന്ത പോകുന്നത്. ഇറാൻ പറയുന്നത് ഈ മേഖലയിൽ, അറബ് മേഖലയിൽ അമേരിക്ക ഉള്ളിടത്തോളം കാലം നമ്മുടെ ആശയത്തിനും പ്രത്യശാസ്ത്രത്തിനും നിയമ സംവിധാനത്തിനൊക്കെ വലിയ ഭീഷണി ഉണ്ടാവും. അവരങ്ങനെ മതത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരല്ല. വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ ഊന്നൽ നൽകുന്ന ഒരു വിഭാഗമായിട്ട് അമേരിക്കയിൽ ഇസ്രായേലിനെ കാണാൻ വേണ്ടി സാധിക്കില്ല. എന്ന് മാത്രമല്ല, മുസ്ലിം വിഭാഗത്തെ കൃത്യമായിരിക്കുന്ന ശത്രുപക്ഷത്താണ് അവർ എഴുതി ചേർക്കുന്നത്. അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും തങ്ങളുടെ ആശയത്തിന് നേരെ തന്നെ വെടിവെപ്പ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ആക്രമണം നടത്തുന്നു. അത് ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുസ്ലിം രാജ്യങ്ങൾ അമേരിക്കക്ക് നൽകുന്ന പിന്തുണ ഒഴിവാക്കണം. അവരുടെ സ്വാധീനശേഷി ഈ മേഖലയിൽ നിന്ന് ഇല്ലാതാവണം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ എന്തുണ്ടാവാൻ വേണ്ടി സാധിക്കൂ? അമേരിക്കയുടെ ശക്തി കുറയുകയുള്ളൂ. കുറയുന്ന സമയത്ത് മാത്രമേ മുസ്ലിം വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം ഉണ്ടാക്കാൻ വേണ്ടി ഈ മേഖലയിൽ സാധിക്കുകയുള്ളൂ. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെ ശക്തമായി എതിർക്കുന്ന രാജ്യങ്ങളെ കൃത്യമായ രീതിയിൽ നോട്ടം വിട്ടുകൊണ്ട് ആ രാജ്യത്തെയും അതിന്റെ സാമ്പത്തിക സംവിധാനത്തെയും ഇല്ലാതാക്കുക എന്നുള്ളത് പാരമ്പര്യമായ രീതിയിൽ അമേരിക്ക ചെയ്യുന്നതാണ്. അത് ഏതെങ്കിലും ഒരു പ്രസിഡന്റ് തുടങ്ങി വെക്കും, അടുത്ത പ്രസിഡന്റ് വരുന്ന സമയത്ത് അത് മധ്യത്തിലെത്തിക്കും, മൂന്നാമത്തെ പ്രസിഡന്റ് പൂർത്തിയാക്കും. ഇറാഖുമായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് സീനിയർ ജോർജ് ബുഷാണ് ആരംഭിച്ചത്. അവരുമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഇറാഖുമായിട്ടുള്ള വലിയ വിഷയകാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ സീനിയർ ജോർജ് ബുഷുമായിട്ടാണ്. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി, വൈമാനിക ഉപരോധം ഏർപ്പെടുത്തി.
സീനിയർ ജോർജ് ബുഷിന്റെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം ഇറാഖിന്റെ 60% ആകാശത്തിലൂടെയും ഇറാഖിന്റെ വിമാനത്തിന് പോകാൻ പറ്റാത്ത രീതിയിലുള്ള നിരോധനം ഏർപ്പെടുത്തി. പിന്നീട് ആ ഭരണം മാറി ജൂനിയർ ജോർജ് ബുഷ് അധികാരത്തിൽ വന്നു. ജൂനിയർ ജോർജ് ബുഷ് അതിന്റെ തുടർച്ച തന്നെയാണ് ചെയ്തത്. സാമ്പത്തിക ഉപരോധം വീണ്ടും കഠിനമാക്കി. അതോടുകൂടി ആ പ്രദേശത്ത് നിന്ന് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് കൊയ്ച്ചെടുക്കുന്ന പെട്രോൾ മറ്റു രാജ്യത്ത് പരസ്യമായ രീതിയിൽ വിൽപ്പന നടത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായി. അത് സാമ്പത്തിക മേഖല വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കാൻ ഇറാഖിന് അങ്ങനെ പ്രയാസമുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ വിൽപ്പന നടത്താൻ വേണ്ടി സാധിക്കാത്ത സ്ഥിതി വരുന്ന സമയത്ത് വലിയ വിഷയങ്ങൾ അതിലുണ്ടാവും. അങ്ങനെ സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും അല്പാൽപമായ രീതിയിൽ ഒതുക്കിയിട്ടാണ് ഏറ്റവും ഒടുവിൽ സദ്ദാമുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് ഈ ഇറാഖിനെ പരാജയപ്പെടുത്തുന്നത്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് സിറിയ പോലെയുള്ള പ്രദേശത്തിന്റെ മേഖലയിൽ അമേരിക്ക സുരക്ഷിതരല്ല എന്ന് ലോകത്തിന് മുൻപിൽ തെളിയിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടി ഇറാന്റെ ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ സിറിയയിലെ US-ന്റെ താവളത്തിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെടുന്നു.